ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെഫ് സെറോമ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മളെ കണ്ണൂർ സ്റ്റൈൽ സ്പെഷ്യൽ അയലമീൻ തേങ്ങാച്ചോറാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് പൊന്നി റൈസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ റൈസ് എടുക്കുമ്പോൾ പൊന്നി റൈസ് തന്നെ എടുക്കുക. പൊന്നി റൈസ് ആകുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് ഗ്രാം കണക്കാണെങ്കിൽ ഒരു 650 ഗ്രാമോളം അരി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു കപ്പിൻ്റെ അതേ അളവ് തന്നെയാണ് ഇതേപോലെയുള്ള ഗ്ലാസ്സിൽ അളക്കുമ്പോഴും കിട്ടുന്നത്. നിങ്ങൾ ഇതേപോലെയുള്ള ഗ്ലാസ്സിലാണെങ്കിൽ 3 ഗ്ലാസ് അരി എടുത്താൽ മതി. ഇനി ഇത് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ കുതിർത്തിയെടുക്കാം. ഈ അരി 1 മണിക്കൂർ കുതിർന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1.5 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇത് ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണിത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, 2 ഏലക്ക, 2 ഗ്രാമ്പൂ, ചെറിയൊരു കഷ്ണം കറുവപ്പട്ട, പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായി പേസ്റ്റ് പോലെ അരേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാൽ മതി. ഇതേപോലെ അരിഞ്ഞിട്ടാൽ മതി. ഇനി ഞാനിതിലേക്കുള്ള മീൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതേപോലെയുള്ള മീഡിയം സൈസ് 4 അയല മീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുക്കരുത്, വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 3 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സവാള വഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സവാള നന്നായി വഴണ്ട് കിട്ടുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. അതിനുശേഷം മാത്രം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 8 പച്ചമുളക് നെടുകെ കീറിയതിട്ട് വഴറ്റി കൊടുക്കാം. ഇനി 2 മീഡിയം സൈസ് തക്കാളി ഇതേപോലെ വലുതായി കട്ട് ചെയ്തിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഈ മസാല നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല നന്നായി വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് തുടങ്ങാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ഓരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. ഇതേപോലെ ഓരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. നമ്മുടെ മസാല മീനിൽ നന്നായിട്ട് ഇതേപോലെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട്
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മീൻ ഹാഫ് വേവാവുന്ന വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഹാഫ് വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് മീൻ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി ഇതിൻ്റെ മുള്ളൊന്ന് ഇളക്കിയെടുക്കണം. ഇതേപോലെ സ്പൂൺ വെച്ച് ചെയ്തെടുത്താൽ മതി. ചൂടോടെ തന്നെ സ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിതിപ്പോൾ മുഴുവനായിട്ടും ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മീൻ നമുക്ക് മസാലയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലുള്ള ഉപ്പും മസാലയൊക്കെ നമ്മുടെ മീനിൽ പിടിക്കുന്നത് വരെ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. മീനിൽ ഉപ്പും മസാലയും. ഇനി നമുക്ക് ചോറ് വെക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 4 ഏലക്ക, 2 ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം കറുവപ്പട്ട, പിന്നെ അരമുറി സവാള സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ എല്ലാവരുടെ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ള അരി ചേർക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലാക്കി അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് പകുതി വേവായിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പകുതി വേവായിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിലാകുമ്പോഴാണ് നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെക്കേണ്ടത്. ഇത് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇതിൽ മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മീൻ മസാല ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ചോറിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ദം ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് വെക്കേണ്ടത്. ഇനി ഇതിലേക്കുള്ള ചമ്മന്തി ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. അപ്പോഴേക്കും ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനെഗർ. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ കൂടി ചേർത്തിട്ടുണ്ട്. ഈ ചമ്മന്തി നമ്മുടെ തേങ്ങാച്ചോറിന് നല്ല കോമ്പിനേഷനാണ്. അതുകൊണ്ടാണ് ഞാനിതിവിടെ കാണിച്ചത്. ഇപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ഇതേപോലെ നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഒന്നുകൂടി ഇട്ടിട്ട് ദം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ അയലമീൻ തേങ്ങാച്ചോർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതേപോലെ ഒന്ന് സെർവ് ചെയ്തെടുക്കാം. ഇത് ലഞ്ചിനോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഇതിൻ്റെ കൂടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചമ്മന്തിയും പിന്നെ ഉള്ളി കസ്റ്റംബറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത ഇതേപോലെയുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത്